അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. നമുക്കെല്ലാവർക്കും സംഗീത സ്വപ്നങ്ങളുണ്ട്. ഈ സംഗീത സ്വപ്നങ്ങളിൽ പലതും ജാനകി അമ്മയുടെ ശബ്ദത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ബാബുരാജ് മാഷിനെ പോലെയുള്ള നിരവധി സംഗീത സംവിധായകരിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ആ സംഗീതധാരകളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു യാത്ര പോകാമെന്ന്. ആ യാത്ര തുടങ്ങാം ദ ലിവിങ് ലെജൻഡ്, സംഗീതത്തിൻ്റെ അമ്മ ജാനകി അമ്മയായിട്ട്. നമസ്തേ ജാനകി അമ്മ. അമ്മ 1957 ആദ്യമായിട്ട് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുമ്പോൾ 51 വർഷം മുമ്പെയാണ് അമ്മ ആദ്യമായിട്ട് പാടിയത് അല്ലേ? അമ്മയുടെ ആ തുടക്കകാലത്തിലെ അമ്മയുടെ എക്സ്പീരിയൻസസും, എങ്ങനെ ഈ സിനിമ സംഗീതത്തിലേക്ക് വരാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു? എനിക്ക് കൊച്ചു പ്രായത്തിൽ നിന്ന് പിറന്നതിൽ കൊണ്ട് അങ്ങനെ പാട്ട് ഭഗവാൻ കൊടുത്ത ഗിഫ്റ്റാണ്. അത് പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത പാട്ടല്ല. എനിക്ക് 10 വയസ്സ് വന്ന പിൻപ് എൻ്റെ ചേച്ചിയോട് ചേർത്ത് ഞങ്ങളുടെ അമ്മ ഒരു ഗുരു അവിടെ പോയി പാട്ട് പഠിക്കുമെന്ന് അയച്ചു. അവർ നാദസ്വര വിദ്വാൻ. പക്ഷേ ഞാൻ പോയി, അവർ പാടാൻ പറഞ്ഞു. ഒരു പാട്ട് ഞാൻ പാടി. അവർ വളരെ നന്നായിരിക്കുന്നു, നിനക്ക് എല്ലാ സരിഗമ എല്ലാം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സരിഗമ എല്ലാം പ്രാക്ടീസിക്ക് തന്നെ, നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് നഗുമോമു കീർത്തനയിലെ ത്യാഗരാജ അത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അവർ 1 ഇയർ കൂടെ ഇല്ല, മരിച്ചുപോയി ഗുരു. ഇനി ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എനിക്കപ്പോൾ ക്ലാസിക്കൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാതിരുന്നു. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റ് ക്ലാസിക്കൽ. ആ സമയത്തിൽ ഞാൻ എല്ലാ പ്രോഗ്രാംസ് എല്ലാം ചെയ്യും കൊച്ചു പ്രായത്തിലേ. ഒരു കോളേജ് സ്റ്റുഡൻസ് ഒരു ഊരിലെ ഫാമിൻ വന്നു, ಅದಕ್ಕಾയിട്ട് കളക്ട് ചെയ്ത് പണമെല്ലാം അയക്കുന്നു. അതിൽ സ്റ്റുഡൻസ് എല്ലാം ഒരു ഓർക്കസ്ട്ര എല്ലാം ഗ്യാദർ ചെയ്ത് അവർ പാടുന്നവർ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നവർ എല്ലാവരും സ്റ്റുഡൻസ് തന്നെ, കോളേജ് സ്റ്റുഡൻസ്. ക്രാന്തി കലാമണ്ഡലി എന്ന് വെച്ചു രാജമണ്ഡലിലെ. അതിൽ ലേഡി സിംഗറായിട്ട് എന്നെ വിളിച്ചു. പിന്നെ ഞങ്ങളുടെ അമ്മ കൂടെ മരിച്ചു പോയി, ഫാദറില്ല മദറില്ല. എൻ്റെ ചേച്ചി ഹൈദരാബാദിലിരിക്കുന്നു. ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഞാൻ ഹൈദരാബാദിൽ താമസിച്ചു. അവിടെ കൂടെ ചില പ്രോഗ്രാംസ് എല്ലാം ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ആൾ ഇന്ത്യ റേഡിയോ കോമ്പറ്റീഷൻ കൂടെ ചെയ്തു, അതിൽ പ്രൈസ് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഡോക്ടർ ചന്ദ്രശേഖരം, ഫൺ ഡോക്ടർ ചന്ദ്രശേഖരം എന്നവർ മോണോ ആക്ടിങ് ചെയ്യും. ലിവിങ് പേഴ്സണാലിറ്റീസിന് അവർ മേക്കപ്പ് ചെയ്ത് സ്വന്തമായിട്ട് സ്റ്റേജിൽ അപ്പിയറൻസ്, നെഹ്റു ഗാന്ധി ഇങ്ങനെ വളരെ നന്നായിരിക്കും. 2 മിനിറ്റ്സിൽ മേക്കപ്പ് ചേഞ്ച് ചെയ്യും. അവർ ഞാൻ പ്രോഗ്രാമിൽ പാടിയത് കേട്ട് കണ്ടു അവർ വന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞാനിങ്ങനെ മേക്കപ്പ് ചേഞ്ച് ചെയ്ത് എല്ലാ പ്രോഗ്രാംസ് എല്ലാം ചെയ്യും. മേക്കപ്പ് ചേഞ്ച് ചെയ്തു വരുന്ന ഇടയിലെ ഒരു പാട്ട് പാടാൻ സമ്മതമോ എന്ന് കേട്ടു. തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ പ്രോഗ്രാമിൽ ഞാൻ പാടി. ആദ്യമായിട്ട് പാടിയപ്പോൾ ഒരു കോളേജ് ഫങ്ഷനാണ്, എല്ലാ സ്റ്റുഡൻസ്. എനിക്കപ്പോൾ 16-17 ഇയേഴ്സ് അങ്ങനെയായിരിക്കും. ഒരു ഗലാട്ട ചെയ്തു, എല്ലാവരും എന്നെ കണ്ടു. ഞാൻ സ്റ്റേജിലേക്ക് കയറിയതും എല്ലാവരും ബഹളം ഉണ്ടാക്കി, വിസിൽസ് ഗലാട്ട ചെയ്തു. എനിക്കായാലും അപ്പോൾ പേടിയൊന്നുമില്ല, സ്റ്റേജ് ഫിയറേ ഇല്ല എനിക്ക് കൊച്ചു പ്രായത്തിൽ നിന്ന്. അവരേതോ ചെയ്ത് കൊള്ളട്ടെ എന്ന് ഞാൻ പാട്ട് പാടി. പ്രോഗ്രാം കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ അവരുടെ പ്രോഗ്രാമിൽ ഞാൻ പാടിക്കൊണ്ടേയിരിക്കും. വളരെ പരിചയമായി. പിന്നെ അവരുടെ ഡോട്ടർ ഹൈദരാബാദിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോകും. ഒരു പ്രാവശ്യം ഇത് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അവരുടെ ജേബിൽ നിന്നും ഒരു ഫോട്ടോ താഴെ വീഴുന്നു. എൻ്റെ സ്റ്റോറി പറയുന്നു, ലവ് സ്റ്റോറി. ഫോട്ടോ താഴെ വീണപ്പോൾ ആ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചു, അവർക്ക് അറിയാതെ. അതാണ് എൻ്റെ ഭർത്താവ്. ആ ഫോട്ടോ കണ്ട് ഞാൻ ലവ് ചെയ്തു. ശരിക്കും അമ്മയ്ക്ക് ഇത്രയും നന്നായിട്ട് റൊമാൻറ്റിക് ഗാനങ്ങൾ പാടാൻ പറ്റുന്നത് അത്തരത്തിലുള്ള... അവർ പേര് രാമപ്രസാദ്, എൻ്റെ പേര് ജാനകിയല്ലേ, അവർ രാമു. പിന്നെ ആ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചു, അവർക്കറിയാതെ, മാമ അറിയാതെ എടുത്തു വെച്ചു. പിന്നെ ഒരു ദിവസം അവർ വന്നു. അപ്പോൾ മാമ പരിചയപ്പെടുത്തി എന്നെ. അപ്പോൾ ഒരു പാട്ട് പാടാൻ ഞാൻ പാടി. അങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു, അവർ കേട്ടുകൊണ്ടേയിരുന്നു. എത്ര നന്നായിട്ട് പാടുന്നു. അപ്പോൾ അവരെ ചീട്ട പറഞ്ഞു,
മാമ വെച്ചിട്ട് പറഞ്ഞു, എന്താണ് ഇത്ര നല്ല സിംഗർ, വേൾഡ് ഫേമസ് ആകാൻ വേണ്ടിയ സിംഗറാണ് നീ, നിൻ്റെ പ്രോഗ്രാമിലെ ഇടയിലെ മേക്കപ്പ് ചെയ്ത് വരുന്നു, ഇടയിൽ ഒരു പാട്ട് പാടിപ്പിക്കുന്നു, ഇത് നന്നായിട്ടില്ല, സിനിമ ഫീൽഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നന്നായിരിക്കും, ഇത്ര ഗ്രേറ്റ് സിംഗർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞപ്പോൾ മാമ AVM സ്റ്റുഡിയോക്ക് ലെറ്റർ എഴുതി. ഇവിടെ ഒരു കൊച്ചു കുട്ടിയുണ്ട്, വളരെ നന്നായിട്ട് പാടും, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം എന്ന്. അപ്പോൾ ഉടനെ അവിടെ നിന്ന് ലെറ്റർ വന്നു, ആഡിഷന് വരുമോ. AVM ലെറ്റർ എഴുതി. ഞങ്ങൾ മദ്രാസ് വന്നു, AVM സ്റ്റുഡിയോ പോയി. അവിടെ ആഡിഷൻ. അവിടെ ഇതെല്ലാം ലതാ മങ്കേഷ്കർ സോങ്സ് തന്നെ ഞാൻ കൊച്ചു പ്രായത്തിൽ നിന്നെല്ലാം പാടുന്നു, റെക്കോർഡ്സ് കേട്ട്. അവിടെ മേരാ ദില്ലിയെ പുക്കാരെ ആജാ പാടിയല്ലേ. ഇവിടെ ഞങ്ങളുടെ ഭർത്താവിന് വളരെ ഇഷ്ടപ്പെട്ട പാട്ടൊന്നുണ്ട്, എപ്പോഴും എന്നെ പാടിപ്പിച്ച് കേൾക്കുന്നത്. रसिक बलमा हाय दिल क्यों लगाया तुझसे दिल क्यों लगाया. ആദ്യമായിട്ട് പാടിയത് തമിഴ് പിക്ചർ വിധിയിൻ വിളയാട്ട്. കരഞ്ഞുകൊണ്ടേ പാടും. 91 കാഴ്ചയിൽ 2 പാട്ട്, 2 പാട്ടും കരഞ്ഞു പാടുന്ന പാട്ടാണ്. അവർ ചലപതിറാവ് മ്യൂസിക് ഡയറക്ടർ T. ചലപതിറാവ്. പിക്ചർ വന്നിട്ടില്ല. വിധിയിൻ വിളയാട്ടല്ലേ, വിധി വിളയാടി കളിയാടി, വിധിയിൻ കളിയാട്ടം മീനിങ്. പക്ഷെ അവിടുന്ന് ഭഗവാൻ പുതിയൊരു വിധി എഴുതുകയായിരുന്നു. തന്നെ നോക്കാം, കരയുന്ന പാട്ട് തന്നെ പാടി. പേദയ്യന്നാസൈ പാഴാനതേനോ, ഇങ്ങനെ പാട്ട്. പേദയ്യന്നാസൈ പാഴാനതേനോ എന്ന പാട്ടാണ് പാടി. എനിക്ക് കരയുന്ന പാട്ട് പാടുന്നു എന്ന് ഒന്നും ദുഃഖമില്ല, ഒരു സന്തോഷം തന്നെ. എന്തിനാ ഈ സിനിമയിൽ പാടുന്നല്ലേ, അതുകൊണ്ട് സന്തോഷം. 2 പാട്ടും വളരെ കരഞ്ഞു പാടിച്ച പാട്ട്. പിക്ചർ വന്നിട്ടില്ല. പക്ഷേ നെക്സ്റ്റ് ഡേ തെലുഗു വിത്ത് ഘണ്ടസാല അറിയുമല്ലേ, ഫേമസ് സിംഗർ, അവരോട് കൂടി ഒരു തെലുഗു സോങ്, അതും ഇങ്ങനെ കരയുന്ന പാട്ട്. നീ ആശ അടിയാസ ചെയ്ജാരേ మణిపూస బ్రతుకంత అమవాస ലംബാടോള്ള രാംദാസ. പിന്നെ കുറച്ച് നാൾ കഴിച്ചിട്ട് സത്യപാലയുടെ പിക്ചർ, മലയാളം പിക്ചർ വന്നു. അത് മിന്നുന്നതെല്ലാം പൊന്നല്ല. അതിൽ ഞാൻ അപ്പോൾ മാമ പ്രോഗ്രാമിൽ പാടിയല്ലേ നാഗിൻ സാങ്, മേരാ ദില്ലി പുക്കാരി, സെയിം ട്യൂൺ, മലയാളം ലിറിക്കിൽ. ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ, കരൾ നീറുകയോ എൻ വാഴ്വിൽ, കരുങ്കടൽ. ഈ പാട്ടാണ് കരഞ്ഞുകൊണ്ട് പാടുന്ന പാട്ട്. മലയാളത്തിൽ കൂടെ ഫസ്റ്റ് സാങ് കരയുന്ന പാട്ട്. ബാബുരാജ് മാഷിൻ്റെ കൂടെയുള്ള ഗാനങ്ങളാണ് നമുക്ക് ആദ്യം അതിനെപ്പറ്റി ഒന്ന് ആ വഴി. അത് ബാബുരാജ് എല്ലാം കുറച്ച് ഹിന്ദി സ്റ്റൈലായിട്ടിരിക്കും. അതുകൊണ്ട് തളിരിട്ട കിനാക്കൾ, സൂര്യകാന്തി, ഇതെല്ലാം കൂടെ ഒരു കൊച്ചു സ്വപ്ന, അതെല്ലാം കൂടെ കുറച്ച് ഹിന്ദുസ്ഥാനി സ്റ്റൈൽ ചേർന്നിരിക്കും അല്ലേ. തളിരിട്ട കിനാക്കൾ അത് നമുക്കൊന്ന് കേട്ടാൽ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. അങ്ങനെ പിന്നെ വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു, ഈ പാട്ട് കുറച്ച് ഹിന്ദുസ്ഥാനി സ്റ്റൈലായിട്ട് തന്നെ ആയിരിക്കും. പിന്നെ അന്യനെ കണ്ണെഴുതി കുറച്ച് നമ്മുടെ കർണാടക ക്ലാസിക്കൽ വാഗചാർത്ത് കഴിഞ്ഞ ഒരു ദേവൻ, വാഗചാർത്തതെല്ലാം അല്ലേ, എത്രയോ സോങ്സ് എല്ലാം പാടി. പിന്നെ ഈരനോടു
പൂത്തും കൊണ്ടമ്പരം ചുറ്റുന്ന ഹേമന്തരാവിലെ വെൺമുകിലേ. ഇതുകൂടെ അങ്ങനെ ആയിരിക്കുന്നു. ആരാധികയുടെ പൂജാ കുസുമം ദൂരെ എറിഞ്ഞോ ദേവൻ, പാപിയെ വെളിയിൽ തള്ളി അമ്പല ഗോപുര വാതിലടച്ചല്ലോ. തേടുന്നതാരെ തേടുന്നതാരെ ശൂന്യതയിൽ ഈറൻമിഴികളെ നിങ്ങൾ തേടുന്നതാരെ തേടുന്നതാരെ. അമ്മ ഈ ഒരു ഗാനം പാടുമ്പോൾ എങ്ങനെയാണ് ആ സംഗീത സംവിധായകൻ്റെ അയാളുടെ ഒരു സ്റ്റൈല് എങ്ങനെയാണ് പെട്ടെന്ന് ഇംബൈബ് ചെയ്യാൻ കഴിയുന്നത്? അവർ പാടി ഒരു പ്രാവശ്യം പാടി കാട്ടുമല്ലേ, അവർ പാടിയ പിൻപ് അത് ഒബ്സർവ് ചെയ്യും അവരെങ്ങനെ പാടുന്നു എന്ന്. ഓരോ സംഗീത സംവിധായകരുടെയും ശൈലികൾ തമ്മിൽ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇപ്പോൾ ബാബുരാജ് മാഷിൻ്റെ ശൈലി അല്ല സലിൽ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് വ്യത്യസ്തങ്ങളായ ശൈലികൾ ഒരു ഗായിക എന്നുള്ള രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നത്? ഗായിക എന്നാൽ ഏത് സാങ് കൊടുത്താലും പാടണം, അത് തന്നെ ഒരു സിംഗർ. ഏത് ടൈപ്പ് സാങ് കൊടുത്താലും പാടണം. ഇപ്പോൾ എത്രയോ ക്ലബ്ബ് സാങ്സ് എല്ലാം പാടി തമിഴിലെ. ഹേ രാജ കടിക്കാതിങ്ക മന്ദിരിക്ക പോരേ എந்திரிச்சு வாங்க பொன்னாப்பிள் தாரு ராஜா കന്നത്തിലെ ഹേ രാജ ഹേ കടിക്കാതിങ്ക. സലിൽ ചൗധരി സാറുമായിട്ടുള്ള അമ്മയുടെ ഗാനങ്ങൾ വളരെ വേറൊരു തലത്തിലുള്ള ഗാനങ്ങളാണ്. കാണാക്കുയിലെ പാടു അല്ലേ, അത് അത് റെക്കോർഡിങ്ങിലെ അവർ അതെന്ത് കാണാക്കുയിലെ അങ്ങനെ റേസ് ആയിട്ട് വാല്യൂം പാടണം. കാണാക്കുയിലേ എങ്ങനെ വന്നു പാടു പാടു നീ കാവുകൾ പൂത്തു താഴ്വരയാകി താഴമ്പു ചൂഴി ആഹാ മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ. അതുപോലെ സലിൽ സാറിൻ്റെ പാട്ടുകളിൽ ഈ സംഗതികളുടെ ഒരുപാട് ഊട്ടങ്ങളുള്ള സ്വരങ്ങളുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രയോഗം പാട്ട് അല്ലേ? ആദ്യമായിട്ട് ശാരിക തന്നെ ഞാൻ പാടി സലിൽ ചൗധരിയുടെ. റെക്കോർഡിങ് പോയപ്പോൾ വീട്ടിൽ പാടിയപ്പോൾ ലിറിക്കില്ല, പാട്ട് ട്യൂൺ മാത്രം ലല്ലലാനും പാടിക്കൊടുത്തു. സ്റ്റുഡിയോക്ക് പോയപ്പോൾ ലിറിക്സ് എല്ലാം ഉണ്ടല്ലേ. അവർ ONV കുറുപ്പാണ് എഴുതിയത്. അവർ വന്നിട്ടില്ല, റെക്കോർഡിങ്ങിന് വന്നിട്ടില്ല. വന്നാൽ നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനെ ട്യൂൺ ഇങ്ങനെ ഇരിക്കുന്നു, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും, എന്നാൽ ലിറിക് റൈറ്റർ അഡ്ജസ്റ്റ് ചെയ്യും. അവർ വന്നില്ലല്ലോ. ഇവർ തത്തക്കാരൻ ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്നു. ശാരിക ഫസ്റ്റ് ലെറ്റർ ദീർഘം വരുന്നു. അവർ ട്യൂൺ എങ്ങനെ ഫസ്റ്റ് ലെറ്റർ ദീർഘമല്ല സെക്കൻഡ് ലെറ്റർ ദീർഘം എങ്ങനെ പാടുന്നത്? പാടാം. ശാരികയെ സെക്കൻഡ് ലെറ്റർ ദീർഘം ഇരുന്നാൽ എങ്ങനെ വരും? വരുന്നില്ല. മാതളപ്പൂ പല്ലവി ശാരിക ഓക്കെ. ശാരികേ ശാരികേ അതുവരെ ഓക്കെ. മദളപ്പൂ പോലൊരു മനസം ഞാൻ ഇന്നു കണ്ടു അരും കാണാതെ പൂ പാടുന്നു. അത് എന്താണ് മദാളപ്പൂ? എങ്ങനെ പാടുന്നത്? ഞാൻ ഇത് മദാളപ്പൂ എന്ന് പാടാൻ പറ്റില്ല, അങ്ങനെ പാടാൻ പാടില്ല. മാതളപ്പൂ തന്നെ. അങ്ങ് ഹൗ കൻ മാതളപ്പൂ മൈത്തക്കാരം തട്ടാട്ട എന്ന് പറയുന്നു. തട്ടാട്ട. പിന്നെ കുറച്ച് നേരം കഴിച്ച് എനിക്കൊരു ഐഡിയ വന്നു. നിങ്ങൾ തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുമെന്ന്. ആഫ്റ്റർ ബീറ്റ് എടുക്കൂ സാങ്. ഇത് സമ്മത്തിലേ ഉണ്ട്.
മാതളപ്പൂ പോലൊരു എന്ന് പാടിയാൽ ഫസ്റ്റ് ലെറ്റർ ദീർഘം വരും. അങ്ങനെ പാടിയാൽ നല്ലതായിരിക്കും. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു, ആരും അത് ആരും കാണാൻ അങ്ങനെ പാടുന്നവർ. അപ്പോൾ വളരെ സന്തോഷമായി അവർക്ക്. അപ്പോൾ അങ്ങനെ വെച്ചു, ആക്സെപ്റ്റ് ചെയ്തല്ലേ പാവം. കണ്ണീരിതെന്തേ സന്ധ്യേ സ്നേഹമയീ കേഴുകയാണോ നീയും, നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ. എൻ്റെ ഗുരുനാഥൻ എം ബി ശ്രീനിവാസൻ സാർ വളരെ നല്ല സോങ്സ് എല്ലാം പാടി. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സിംഗർ എന്നുള്ളത് തന്നെ ജാനകി അമ്മയാണ് തോന്നുന്നു. എന്നോട് തന്നെ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് ജാനകി അമ്മ പാടുന്ന ഭാവത്തിൽ വേറെ ആരും പാടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അമ്മയുടെ MBS സാറുമായിട്ടുള്ള അനവധി ഗാനങ്ങളുണ്ട്. ഏറ്റുമാനൂരമ്പലത്തിൽ അത് നാഷണൽ അവാർഡ് കിട്ടിയ ഗാനമാണ്. തമിഴിലെ ഒരു സാങ് PB ശ്രീനിവാസനാണ് പാടിയത്, വളരെ ഹിറ്റ് സാങ് ഉണ്ട്, പാതൈ തെരിയുത് പാർ. അത് തെന്നങ്കീത്ത് ഊഞ്ചലിലേ തെன்றലിൽ നീന്തിടും ഓലയിലേ ചിട്ടുക്കുരുവി ആടുത് തൻ പെട്ടை തുണയെ തേടുത്. ഞാൻ അങ്ങനെ പറയും. ചിട്ടുക്കുരുവി അത് പല്ലവി എല്ലാം മേൽ വയസ്സ്, ചരണമല്ല ഫീമെയിൽ വയസ്സ്. ചന്ദ്രന്റെ പ്രഭയിൽ ചന്ദനമഴയിൽ സുന്ദരരാവിൻ പുഞ്ചിരിയിൽ അങ്ങനെ വരും. അത് കമുകര പുരുഷോത്തമ ക്രോമാറ്റിക് നോട്ട്സ് ഒക്കെ ഭയങ്കര രസമായിട്ട് കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ ചിരിക്കുമ്പോൾ. ഇരുട്ടിൻ്റെ ആത്മാവിലെ P. ഭാസ്കരൻ ഒരു പാട്ട് എഴുതി, ഇരു കണ്ണീർ തുള്ളികൾ. ആ 2 കണ്ണീരും ലവേഴ്സ് പോലെ, അവർ 2 പേരും ഈ ഇതിലെ ഹംസങ്ങൾ പോലെ ആടിക്കൊണ്ടേയിരിക്കും. 2 പേർ ചേരണമെന്ന് ആഗ്രഹം, പക്ഷേ ഈ മൂക്ക് ഇടയിലിരിക്കുന്നു. എങ്ങനെ കൈ ചാച്ചി, പക്ഷേ അവർ ചേരാനാവില്ല. പിന്നെ അവരെന്ത് ഈ വിചാരിച്ച് ഇങ്ങനെ വന്ന് 2 പേരും ഇങ്ങനെ വന്ന് ഇവിടെ ചേരാം, ഗ്യാപ്പുണ്ടല്ലേ എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ കാറ്റ് വീടുമല്ലേ, അതൊക്കെ എന്ത് പറയും, അതിലെ ആ ശ്വാസം വിട്ടപ്പോൾ താഴെ വീഴുന്നു, ഭൂമി മേലെ ചെതറിപ്പോയി. ഇനിയൊരു പാട്ടുണ്ട്, കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്നു കരുതി വിലപേശാനോടി വന്ന വഴിയാത്രക്കാര. അതുകൂടി നോക്കൂ, കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താണെന്നു കരുതി വിലപേശാൻ ഓടി വന്ന വഴിയാത്രക്കാര. എത്ര നല്ല മീനിങ്! ആരായനും ഇമാജിൻ ചെയ്യുമോ? ആ കണ്ണീർ കണ്ടു മണികളും മുത്തുകളോ എന്ന് വിലപേശാൻ ഓടി വന്നു. ഭാസ്കരമ്മ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒന്ന് അമ്മ പാടിയതെല്ലാം ഭാസ്കരൻ പാട്ടുകൾ. അങ്ങനെ കരയുമ്പോൾ അങ്ങനെ കരയുമല്ലേ, അതൊരു പുതുരാഗം എന്ന് കരുതി ശ്രുതി ചേർക്കാൻ ഓടി വന്നു വഴിയാത്ര. ഇങ്ങനെ ഈ പാട്ട് ഇത് ഇമാജിൻ ചെയ്യാനേ ആകുന്നില്ല ലിറിക് റൈറ്റേഴ്സ് ബ്രെയിൻ. കുറച്ച് ബാക്കിലേക്ക് 1960 അമ്മ ശിങ്കാരവേലനെ 1960 പാടി.
അത് കാർക്കുറിച്ചി അരുണാചലത്തിൻ്റെ കൂടെ അതെ, അദ്ദേഹം നാദസ്വരം വായിച്ചു. നാദസ്വരം എക്സ്പെരിമെൻ്റാണ് വിത്ത് വോയിസ്. അത് മുൻപ് എപ്പോഴും ആരും ചെയ്തിട്ടില്ല അങ്ങനെ. அருள் சீராடும் மார்போடு வா வா சிங்கார வேலனி தேவா. നിറങ്ങൾ തന്ത്രത്തം വെരി വെരി നൈസ്. ഒഴിഞ്ഞൊരി മണ്ണിൽ മറന്ന സംഖ്യകൾ പുനർജനി. അയ്യോ, വെരി നൈസ്, അല്ലേ? വെരി ഗുഡ് സോങ്. അത് MBS സാറിൻ്റെ പാട്ടാണ്. പിന്നെ നമ്മൾ കാലാന്തരങ്ങളിൽ വരുമ്പോഴത്തേക്കും ജെറി അമൽദേവ് സാറുമായിട്ടുള്ള ഗാനങ്ങൾ ഒരുപാട് എനിക്ക് പാട്ടുകൾ. അത് അവാർഡ് കൂടെ കിട്ടിയല്ലേ, അതെ, മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ. അതെ. മഞ്ഞണി കൊമ്പിൽ ഒരു കിങ്ങിണി തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗല കുരുവി. ഇണയവിടെ തുണയവിടെ തുണയവിടെ ചെന്തൂര കുരുവി. ഇണയവിടെ തുണയവിടെ സിന്ദൂര കുരുവി. MG രാധാകൃഷ്ണൻ സാറിൻ്റെ അനവധി ഗാനങ്ങൾ പാടിയിട്ടുണ്ടല്ലോ. ആര്? MG രാധാകൃഷ്ണൻ സാർ. അയ്യോ, നാഥ നാഥ നീ വരും, അത് അവാർഡ് കിട്ടി. അതിൽ ആ കാലൊച്ച എന്ന് പാടുമ്പോൾ കാലൊച്ച എന്ന് അത് അതിൻ്റെ ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അമ്മ. അത് നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവക വീതിയിൽ പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച സംഗതി ഉണ്ടല്ലേ, കാലൊച്ച കേൾക്കുവാൻ. അത് എവിടെന്നോ നാഥൻ ഇങ്ങനെ പെട്ടെന്ന് അമ്മയുടെ വിളി കേട്ടിട്ട് വരുന്ന പോലെ. നല്ല പാട്ടല്ലേ? അതെ, നാഥ എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പുതിയ നമ്മുടെ യങ്സ്റ്റേഴ്സ് ശരിക്കും ആ എക്സ്പ്രഷൻസ് കേട്ട് പഠിക്കണം തോന്നുന്നു. വിളിക്കുന്നത് പോലെ തന്നെ. അതുപോലെ വളരെ ഗഹനതയുള്ള ഒരു പാട്ടാണ് മൗനമേ. മൗനമേ നിറയും ചില പേർ കാമെന്റ് ചെയ്തു, മൗനമേ എന്ന് എന്തിനു എത്ര ബഹളം ഉണ്ടാക്കുന്നത്. മൗനം എന്നാൽ മൗനം തന്നെ. ആ മൗനം എന്നത് ഉള്ളിൽ അങ്ങനെ ബഹളം ഉണ്ടാക്കുന്നു. അതെ, മൗനം സഹിക്കാതെ ഒരു അഗ്നിപർവ്വതം പോലെ അതേ ഉള്ളിൽ. അതുകൊണ്ടാണത്. മൗനമേ നിറയും മൗനമേ. ഒരു മനസ്സിലുള്ള വേദനകൾ, ഭാവങ്ങൾ പാട്ടുരൂപത്തിൽ തന്നെ പറയണം. അതെ, രാജാ സാറുമായിട്ടുള്ള അനവധി ഗാനങ്ങൾ, എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ്സ് ഓഫ് സോങ്സ് അമ്മ പാടിയിട്ടുണ്ട്. അയ്യോ, എത്രയോ പാടി. അതിലൊക്കെ വളരെ വെർസറ്റൈലായിട്ട് അമ്മ ഏറ്റവും വെർസറ്റൈലായിട്ട് പാടിയിട്ടുള്ള ചില ഗാനങ്ങൾ രാജാ സാറിനെയാണ് തോന്നുന്നു. ഒരുപാട് വെസ്റ്റേൺ ടച്ചുള്ള പാട്ടുകൾ. അതായത് ഒരു പൂങ്കാവനം പുതുവനം. അതിലെനിക്ക് ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്ന ഒരു പാട്ട് തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാലിടാം ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടി വരാം. തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായോ ഞാലിടാം. അപ്പം അമ്മയ്ക്ക് രാജാ സാറുമായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു കെമിസ്ട്രി എങ്ങനെയാണ് അമ്മയ്ക്ക്? എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ഗ്രേറ്റാണ്. ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറയാനാകുന്നില്ല. പക്ഷേ രാജ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തു. ഇത് ബാക്ക്ഗ്രൗണ്ട്സ് അതെല്ലാം കൂടെ കുറച്ച് ഡിഫറെൻറ്റ് ചെയ്തല്ലേ.
യൂഷ്വൽ ട്രെൻഡ് ഇല്ലാതെ എല്ലാം കുറച്ച് മാറ്റി. പകലിലെ ഒരു നിലവിനെ കണ്ട് അത് കറുപ്പ് നില, അത് പകലിലെ ഒരു നിലവിനെ കണ്ട് അത് കറുപ്പ് നില, പകലിലെ തനനില. വളരെ നല്ല. വളരെ ഡിഫറെന്റ് ഉണ്ട്. റോജാ ആടി വന്നത് അത് കേൾക്കാമോ? രാജാവേ തേടി വന്നത്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ. രണ്ട് ഡോയിൻസ് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന MS വിശ്വനാഥൻ സാറും ഇളയരാജ സാറും കൂടെ മ്യൂസിക് ചെയ്ത്. ആ കറക്റ്റ്. ഒരു സനം തൂങ്ങിരുച്ച് ஊதக்காத்தும் அடிச்சிருச்சு, பாவி மனம் தூங்கலையே, அதுவும் ஏனோ புரியலையே. ஒரு சனம் தூங்கிருச்சு, ஊதக்காத்தும் அடிச்சிருச்சு, பாவி மனம் தூங்கலையே, அதுவும் ஏனோ புரியலையே. അതുപോലെ തന്നെ ഇഞ്ചിരപ്പഴക മറക്കാൻ പറ്റാത്ത ഒരു പാട്ടാണ്. അത് അവാർഡ്, നാഷണൽ അവാർഡ് കിട്ടി. നാഷണൽ അവാർഡ് കിട്ടിയ പാട്ടാണ്. ഇഞ്ചിയുടെ പഴക മഞ്ചച്ചവ പഴക കള്ളച്ചിരി പഴക മറക്ക മനം കൂടുതില്ലയേ. அடிக்கிற காத்த கேளு, அசையிற நாத்த கேளு, நடக்கிற அத கேளு, நீதானா இஞ்சி ஈடு பழக മഞ്ചച്ചവ പഴ. അങ്ങനെ വരും. അതിൽ ചിരി എന്ന് വരുമ്പോൾ അമ്മ കള്ളച്ചിരി. അതാണ് അമ്മയുടെ ചില അമ്മയുടേതായിട്ടുള്ള ചില അഡീഷൻസ് ആണ് അല്ലേ അതൊക്കെ അങ്ങനെയുള്ളത്. അതുപോലെ ഈ കൊച്ചുകുട്ടികളെ പോലെ പാടുന്നത് അമ്മയുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് മലയാള ഗാനങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. நீ இருக்கும் இடம் எனக்கு தெரியாதே, நீயே என்னிடம் ஓடிவா கண்ணா கண்ணா கண்ணா, நீ எங்கே வா வா நீ எங்கே. A.T. ഉമ്മർ സാറിൻ്റെ അനവധി ഗാനങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക്. A.T. ഉമ്മർది కూడా ഒരു പാട്ട്, തോത്തോ തോത്തോ തോത്തേത്തോ ബാത്തുനെ തോതാൻ കിത്തു ഒരു പാട്ട്, ഒരു ചെറുക്ക്. കിന്താന്തം 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 കിത് കിന്താന്തം അങ്ങനെ വരും പാടി ഞാൻ. ഇത് A.T. ഉമ്മറുടെ. A.T. ഉമ്മർ സാറിൻ്റെ അത് രാഗേന്ദ് കിരണങ്ങൾ വളരെ ഹിറ്റ് സോങ്ങാണ്. രാഗേന്ദു കിരണങ്ങൾ ഒളി വീശിയില്ല, രജനീ കദംബങ്ങൾ മിഴിച്ചിമ്മിയില്ല, മദനോത്സവങ്ങൾക്ക് നിറമാല ചാർത്തി, മനവും തനുവും മരുഭൂമിയായി നിദ്രാവിഹീനങ്ങളല്ലോ. അതുവരെ പാടിയ ഒരു ശബ്ദത്തിലെല്ലാം നിദ്ര വരുമ്പോൾ നിദ്രാവിഹീനങ്ങൾ. അമ്മ അതൊന്നുകൂടെ പാടണം. നിദ്ര, അതെ നിദ്ര, നിദ്രാവിഹീനം വന്നാൽ അങ്ങനെ ആകണമല്ലേ. നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ. A.R. മാൻജിയുടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ.
മാർഗഴി തിങ്കളല്ലവാ. മതി கொஞ்சம் நாளல்லவா இது கண்ணன் வரும் பொழுதல்லவா தனினி நான் விடை பெறும் அல்லவா நனினா வருவாய் தனினா നനി നനിനാ. നെഞ്ചിനിലെ നെഞ്ചിനിലെ ആ നെഞ്ചിനിലെ വളരെ പോപ്പുലറായി. நெஞ்சினிலே நெஞ்சினிலே ஊஞ்சலே நாணங்கள் என் கண்ணிலே சிவந்ததே என் மஞ்சளே கல்யாண கல்யாண கனவு என் உள்ளே நெஞ்சினிலே நெஞ்சினிலே ஊஞ்சலே நாணங்கள் என் கண்ணிலே சிவந்ததே என் மஞ்சளே கல்யாண கல்யாண கனவு என் உள்ளே நெஞ்சிலே ஊஞ்சலே. നല്ല പാട്ടാണ്. ഗോപാല ഗോപാല ദും തത്ത ദും. ఎర్రని కొర్రదని గోపాల నన్ను నాన్న నన్ను నాన్న నన్న గోపాల నల లల 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 గోపాల తన నాన్న నల లల లల గోపాల ഒട്ടകത്തെ കട്ടിക്ക് ഗോപാല ഗോപാല ലല ലല ഗോപാല. അത് കോഴിയെല്ലാം വെച്ചു. അത് കോഴി കൂടെ പാടുന്നത് പോലെയാണ്. നന്നായിട്ട് ചെയ്തു അത്. ഒട്ടകത്തെ കട്ടിക്കൂ ഒട്ടകത്തെ കെട്ടിക്കോ നന്ന നന്നി നന്നിന വട്ട വട്ട പൊട്ടുകാരി. അത് കൂടെ ഹിറ്റ്, വളരെ ഹിറ്റ്സാണ്. ഉഷാ ഖന്നയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഉഷാ ഖന്ന നല്ല പാട്ടുന്ന. മാനസമണി വേണുവിൽ മൂടൽ മഞ്ഞു. മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ മായാത്ത സ്വപ്നങ്ങളാൽ മണിമാല ചാർത്തി മനം മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ. ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ. ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ. മലരേ തേൻ മലരേ മലരേ. ഈ വിഷുവിന് എനിക്ക് ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്നത് ബാബുരാജ് മാഷിൻ്റെ ചന്ദ്രനെ പറ്റിയുള്ള ചന്ദ്രൻ താനേ തിരിഞ്ഞും മറിഞ്ഞും താമര മെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു. അതാണ് മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്ത് കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചമ്പകവെൺമലർ തൂവിരിപ്പിൽ. ചന്ദനക്കട്ടിലിൽ പാതിര വിരിച്ചിട്ട ചമ്പകവെൺമലർ തൂവിരിഞ്ഞ് വിരിപ്പിൽ മധുവിധുരാവിനായി ചുണ്ടുകളിൽ പ്രേമ മദരന്ത